السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين. أما بعد. പരിശുദ്ധ റമദാൻ ദിനരാത്രങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റമദാനിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് അറിയുകയും സാധിക്കുന്ന ലക്ഷ്യങ്ങൾ നേടുകയും ചെയ്യാൻ നാം പ്രതിജ്ഞ എടുക്കണം. റമദാൻ്റെ ഒരു പ്രധാനമായ ഉദ്ദേശ്യമാണ് പരിവർത്തനങ്ങൾ ഉണ്ടാക്കുക എന്നത്. മനുഷ്യൻ പ്രകൃതിയാ നല്ലവനാണ്. അവൻ ഭൂമിയിൽ പിറക്കുമ്പോൾ നിഷ്കളങ്കനായി വന്നു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഇന്നമാ അബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. മനുഷ്യൻ ഭൂമിയിൽ വന്നപ്പോൾ ശുദ്ധമായ പ്രകൃതി, നിഷ്കളങ്കത അവൻ്റെ ചിരിയിലും അവൻ്റെ എല്ലാ ഭാവങ്ങളിലും പ്രകൃതിയുടെ എല്ലാ ഭംഗിയും ഉണ്ടായിരുന്നു. മെല്ലെ മെല്ലെ അവൻ്റെ മാതാപിതാക്കൾ, സാഹചര്യങ്ങൾ അവ വളരെയേറെ അവനിൽ സ്വാധീനം ചെലുത്തുകയും ചീത്തയായ പലതും അവൻ ഉൾക്കൊള്ളുകയും വേണ്ടാത്ത പലതും ശീലിക്കുകയും ചെയ്തു. ആ ദുശ്ശീലങ്ങളാണ് ഇന്ന് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പുകവലി പോലെ അമിതമായ ആഹാരങ്ങളുടെ ഉപയോഗം, മദ്യപാനം എല്ലാം ഹാബിറ്റുകളായി, ശീലങ്ങളായി മനുഷ്യൻ്റെ വാൽക്കഷണങ്ങളായി രൂപപ്പെട്ടിട്ടുണ്ട്. അവ മാറ്റിയെടുക്കാൻ സാധിച്ചാൽ നന്മയിലേക്കുള്ള യാത്ര വളരെ എളുപ്പമാണ്. റമദാൻ ഉദ്ദേശിക്കുന്നത് പരിവർത്തനങ്ങളുടെ ആ വലിയ ഒരു സമരമാണ്. കാരണം മനുഷ്യൻ്റെ അടിമത്വം, അവൻ്റെ വിധേയത്വം അവനെ സൃഷ്ടിച്ച അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ആ അടിമത്വത്തിൻ്റെ പൂർത്തീകരണമാണ് ആരാധനകളിലൂടെ അവൻ നേടിയെടുക്കേണ്ടത്. മാതാവോ പിതാവോ കുടുംബമോ സാഹചര്യമോ ഏതെല്ലാം ശീലങ്ങൾ അവനിൽ അടിച്ചേൽപ്പിച്ചാലും ശരി, റമദാൻ ഉൾപ്പെടെയുള്ള ആരാധനകളിൽ നിന്ന് ചില മൂല്യങ്ങൾ അവൻ കണ്ടെത്തുകയും ചില മാറ്റങ്ങൾക്ക് അവൻ തയ്യാറാവുകയും വേണം. പക്ഷേ മാറുക എന്നതും മാറ്റുക എന്നതും വളരെ പ്രയാസമാണ്. മറ്റൊരാൾ നമ്മിൽ എത്ര സ്വാധീനം ചെലുത്തിയാലും ശരി, നാം പെട്ടെന്നൊന്നും മാറുന്നവരല്ല. മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാകണം എന്ന് എന്നെപ്പറ്റി ഞാൻ ആഗ്രഹിക്കുന്നു, നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ മാറ്റാൻ വരുന്നവൻ പലപ്പോഴും അവൻ മാറുകയല്ലാതെ നാം മാറാൻ സന്നദ്ധരാവാറില്ല. അവിടെയാണ് ഒരു പ്രത്യേകമായ ക്യാമ്പയിൻ ഓരോ വ്യക്തിയും സ്വയം തിരഞ്ഞെടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ക്യാമ്പ്, ഒരു പാക്കേജ്, അതാണ് റമദാൻ. ഭക്ഷണത്തിലും അന്നപാനീയങ്ങളിലും സുഖഭോഗങ്ങളിലും വസ്തുക്കളുടെ ഉപയോഗങ്ങളിലുമെല്ലാം ചില പ്രത്യേകമായ രീതി ഓരോ വ്യക്തിയും സ്വയം തിരഞ്ഞെടുക്കുകയാണ്. ആരുടെയും നിർബന്ധമില്ല. കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും എന്ന് പറഞ്ഞെടുത്ത് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം ഒരു ഡോക്ടർ ഒരു രോഗിക്ക് മരുന്ന് നിർദ്ദേശിക്കുന്ന സ്ഥലത്തുള്ള നിയമപ്പെടുത്തൽ പോലെയുള്ള ഒരു നിർണയം മാത്രമാണ്. പീഡനം എന്ന അർത്ഥത്തിലുള്ള നിർബന്ധമല്ല. ഡോക്ടർ നിർദ്ദേശിച്ചു, രോഗി ഉൾക്കൊണ്ടു. അതുപോലെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് നിശ്ചയിച്ചു, നാം അത് സ്വയം ഉൾക്കൊണ്ടു. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാവങ്ങളിലും വലിയ മാറ്റങ്ങൾ റമദാൻ ഉണ്ടാക്കുകയാണ്. ലോകമെങ്ങുമുള്ള വിശ്വാസികൾ റമദാനിലൂടെ സ്വയം മാറുകയാണ്. 11 മാസക്കാലം അവരെ സ്വാധീനിച്ച എല്ലാ ഘടകങ്ങളെയും പറ്റി അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, വിലയിരുത്തുകയാണ്. ഒരു പുതിയ ജീവിതം എങ്ങനെ രൂപപ്പെടുത്താൻ കഴിയും? യൂറോപ്യൻ നാടുകളിൽ വീണ്ടും ജനിക്കുക എന്ന മുദ്രാവാക്യവുമായി രംഗത്തുള്ള ആളുകളുണ്ട്. പക്ഷേ മുദ്രാവാക്യങ്ങളോ പ്ലേക്കാർഡുകളോ അല്ല, ഓരോ വ്യക്തിയും സ്വയം സ്വീകരിക്കുന്ന ചില സംവിധാനങ്ങൾ കൊണ്ട് മാത്രമേ മാറ്റങ്ങൾ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ഇസ്ലാം അറേബ്യയിൽ ലോകത്തെങ്ങും റമദാനിലൂടെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയത്. വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ തലത്തിലും
എല്ലാ പ്രവർത്തനങ്ങളിലും സ്വഭാവങ്ങളിലും നടപടികളിലും നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് റമദാൻ ഏറ്റവും വലിയ ഒരു മരുന്നാണ്, പ്രതിവിധിയാണ്, പരിഹാരമാണ്. ആരോഗ്യവും അതുപോലെ ആവശ്യമുള്ള എല്ലാം നോമ്പിലൂടെ നമുക്ക് നന്നാക്കിയെടുക്കാൻ കഴിയും. ദുശീലങ്ങൾക്ക് അടിപ്പെട്ട് വേണ്ടാത്ത പലതും ഉപയോഗിക്കുന്നവർക്ക് റമദാനിൽ അത്തരം വൃത്തികേടുകൾക്ക് പോകാൻ പോലും സമയമില്ല. രാവിലെ മുതൽക്ക് വൈകുന്നേരം വരെ വ്രതമെടുക്കുകയാണ്. വ്രതമെടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേകമായ ഒന്നും ചെയ്യാനില്ല. ചില ത്യാഗങ്ങളാണ്, ചിലത് ത്യജിക്കലാണ് റമദാൻ. ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാതെ, സുഖഭോഗങ്ങളിൽ ഏർപ്പെടാതെ സന്ധ്യ വരെ കഴിയുക. നിസ്കാരവും മറ്റു കാര്യങ്ങളും റമദാനിന് മുമ്പും ചെയ്യുന്നത് റമദാനിനും ചെയ്യുന്നുവെന്ന് മാത്രം. നോമ്പ് തുറന്നതിന് ശേഷമാകട്ടെ പിന്നെയാണ് കുറേ അധ്വാനങ്ങൾ. ഈ രണ്ട് രാവും പകലുമുള്ള പ്രവർത്തനങ്ങളുടെ ആ ക്രമീകരണത്തോടു കൂടി തന്നെ പുതിയ ഒരു ശീലം വരികയാണ്. ജീവിതത്തിൽ ചിട്ട വരികയാണ്. പ്രാർത്ഥനയ്ക്ക് ചിട്ട വരികയാണ്. കർമ്മങ്ങൾക്കൊരു പുതിയ രീതി വരികയാണ്. കുടുംബവുമായുള്ള ബന്ധങ്ങളിൽ ദേഷ്യം വരാതെ, മറ്റുള്ളവരെ പറ്റി കുറ്റങ്ങൾ പറയാതെ, സൗമ്യമായി, ശാന്തനായി, അച്ചടക്കമുള്ളവനായി, മൂല്യങ്ങളോട് പ്രതിബദ്ധതയുള്ളവനായി, എല്ലാ മതവിഭാഗങ്ങളോടും സ്നേഹമുള്ളവനായി, അങ്ങനെ ഒരു സമൂഹത്തിൽ ഒരു നല്ല മനുഷ്യൻ എന്തൊക്കെ ഉൾക്കൊള്ളണമോ അതെല്ലാം ഉൾക്കൊള്ളാൻ, പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു റമദാനായി ഈ റമദാനിനെ നാം കാണുക. നാം നന്മയോടൊപ്പം എപ്പോഴും അണിചേരുക. നന്മയോട് അണിചേർന്നാൽ തിന്മകൾ സ്വയം മാറി നിൽക്കും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നന്മ എന്ന് പറഞ്ഞാൽ നിൻ്റെ മനസ്സിന് സ്വസ്ഥത ഉണ്ടാക്കുന്നത് നന്മയാണ്. തിന്മയാകട്ടെ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് തിന്മയാണ്. നന്മയുടെയും തിന്മയുടെയും ഈ നിർവചനം പോലും വളരെ സുതാര്യമായി, ലളിതമായി പഠിപ്പിച്ച ഒരു വിശുദ്ധമായ മതം, ആ മതം നിർദ്ദേശിച്ച ഈ വ്രതാനുഷ്ഠാനം മുസ്ലിംകൾക്കും മറ്റെല്ലാ വിഭാഗങ്ങൾക്കും അവരുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ പരീക്ഷിച്ച് നോക്കിയ ധാരാളം ആളുകൾ സ്ഥിരമായി നോമ്പെടുക്കുന്നവരുണ്ട്. വിശ്വാസം കൂടി ഈ വ്രതത്തിൻ്റെ സ്വീകാര്യതയ്ക്ക് അനിവാര്യമായതുകൊണ്ട് എല്ലാറ്റിനും മാതൃക കാണിക്കേണ്ടത് വിശ്വാസികളാണ്. റമദാനുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളും നാം ഈ വേളയിൽ സ്വയം ഏറ്റെടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ മാറ്റേണ്ടതെല്ലാം മാറ്റി പുതിയത് തിരഞ്ഞെടുത്ത് അതോടൊപ്പം അടിസ്ഥാന മൂല്യങ്ങളിൽ വ്യത്യാസപ്പെടാതെ നാം ശ്രദ്ധിക്കുക. അടിസ്ഥാനപരമായ ചില മൂല്യങ്ങളുണ്ട്, അതിൽ എന്തൊക്കെ കളിച്ചാലും മാറരുത്. യൂറോപ്പും പടിഞ്ഞാറും നമ്മുടെ രാജ്യത്തെയും രാജ്യത്തെ സംസ്കാരങ്ങളെയും മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അവിടെയൊന്നും നാം തലകുനിച്ച് കൊടുക്കരുത്. നമ്മൾ മാറേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചാൽ മനുഷ്യത്വത്തിനും ഇസ്ലാമിക ദർശനങ്ങൾക്കും അതിൻ്റെ സൗന്ദര്യം കെടുത്തിക്കളയുന്ന, നമ്മെ ചീത്തയാക്കുന്ന ഘടകങ്ങൾ അവ നമ്മെ വല്ലാതെ സ്വാധീനിക്കുമ്പോൾ അവിടെയാണ് നാം വളരെ മനക്കരുത്തോടു കൂടി മുന്നോട്ട് വന്ന് മാറ്റങ്ങൾക്ക് വേണ്ടി തയ്യാറാവേണ്ടത്. അത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതത്തിലും ആ ഒരു നന്മ കൈവരുത്താൻ നാം ശ്രമിക്കുക. അങ്ങനെ റമദാൻ കൊണ്ട് വിജയിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ പൊരുത്തപ്പെട്ട നല്ല ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ തുടങ്ങിയ പ്രാർത്ഥനകൾ ഉരുവിട്ടുകൊണ്ട് അള്ളാഹുമായി കൂടുതൽ അടുത്ത് ജനങ്ങളുമായും അള്ളാഹുമായും അടുക്കുക. അള്ളാഹുവിനോട് അടുക്കുന്തോറും ഭക്തി വർദ്ധിക്കണം, ജനങ്ങളോട് അടുക്കുന്തോറും ലാളിത്യം വർദ്ധിക്കണം. അതായിരിക്കട്ടെ നമ്മുടെ പരിവർത്തനത്തിലൂടെ നേടിയെടുക്കേണ്ടത് എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.